കുട്ടനാട്ടിൽ ഈ വേനൽക്കാലത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്ഷാമം അത് കുടിവെള്ളത്തിനായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ കർഷക കുടുംബങ്ങൾ വലയുകയാണ്. 10 പഞ്ചായത്തുകളിലെ ജനങ്ങളാണ് കുടിവെള്ളം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. വേനൽ ചൂടിൽ കേരളം ചുട്ടുപൊള്ളുകയാണ്. അതിരൂക്ഷമായ ചൂടാണ് എല്ലായിടങ്ങളിലും അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ ചുറ്റും വെള്ളമാണ് കുട്ടനാട്ടിൽ. പക്ഷേ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. അവിടെ വെള്ളമില്ല, നാളുകളായി വെള്ളമില്ലാതായിട്ട്. നിങ്ങൾ കുടിവെള്ളത്തിന് എന്താ ചെയ്യുക? പൈസ കൊടുത്ത് മേടിക്കുമല്ലോ, എന്നാ ചെയ്യും? കാശ് കൊടുത്ത് മേടിക്കാനാണെങ്കിൽ എൻ്റെ വീട്ടിലാണ് 2 പേര് വയ്യാത്തവരാ, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാത്തിനെയും പൈസ കൊടുക്കാൻ പോയാൽ എന്ത് ചെയ്യും നമ്മൾ? എന്താ പഞ്ചായത്തുകാരെന്താ പറയുന്ന? പഞ്ചായത്തുകാരൊന്നും പറയുന്നില്ല. അവർ തരും തരും തരും, നന്നാക്കുന്നുണ്ട്, പൊട്ടിക്കിടക്കുവാണ് എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഉപ്പളം കയറ്റി വിട്ടു. എല്ലാവരും എടുത്ത് കഴിഞ്ഞിട്ട് അത് ഉപേക്ഷിക്കുമായിരുന്നു. ഉപ്പളം കയറ്റി വിട്ടിട്ട് പിന്നെ എടുക്കാൻ. ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-10 ദിവസമായി. വെള്ളം തീരെ ഇല്ലാതായിട്ട്. ഇത് ഇവിടെ ആൾക്കാർ പഞ്ചായത്ത് പറയുന്നുണ്ട്, എല്ലായിടത്തും ചെന്ന് പറയുന്നുണ്ട്. ഇതുവരെയായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പം വരെ ഞങ്ങളൊക്കെ ഈ കണ്ടത്തിന്റെ നടക്ക് 4-ാം വാർഡില്ല എന്റെ വീട്. കണ്ടത്തിന്റെ നടക്ക് കിടക്കുന്ന വള്ളത്തേലും വെള്ളം വരുന്നില്ല, ഒരു രീതിയിലും വെള്ളമില്ല. ആ സാഹചര്യം ഇപ്പം ചെയ്യാമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. വർഷങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ളത്തിന്റെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ കൈനകരിയിലെ ഈ മുണ്ടക്കൽ എന്ന് പറയുന്ന വാട്ടർ ടാങ്കിൽ അടിക്കുന്ന വെള്ളം കൊണ്ട് നമുക്ക് കിഴക്കൻ പ്രദേശത്തേക്ക് എത്തത്തില്ല. അവർക്ക് എല്ലാവർക്കും അറിയാമെന്ന് അറിയുന്നത് ഇനി അതിനുള്ള സോഴ്സ് നമുക്കില്ല. പക്ഷേ ജനങ്ങളെ വർഷാവർഷം പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെള്ളം തരാമെന്നുള്ളത്. ഇത്തവണയും തന്നെ ശരിക്കും ഒരു 10 ദിവസമായിട്ട് നല്ല രീതിയിലുള്ള കുടിവെള്ളക്ഷാമമുണ്ട്. എങ്കിൽ പോലും അത് പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ തോടുകളിൽ പോളയില്ലായിരുന്നുകൊണ്ട് അന്നൊക്കെ എല്ലാവരും വള്ളത്തെ പോയി എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ തോടുകളിലൊക്കെ പോള നിറഞ്ഞതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് കുടിവെള്ളം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. 2 കുപ്പി വെള്ളം എടുക്കണത് 50 രൂപ 100 രൂപ കൊടുക്കണം. നിങ്ങൾ ഇവിടുന്ന് സത്യം പറഞ്ഞാൽ വെള്ളം എടുക്കാൻ പോകണമെങ്കിലും അതും ഒരു ചാർജ് അല്ലേ? വെള്ളം എടുത്ത് അല്ലേ? വണ്ടിയുണ്ട്, വള്ളമുണ്ട്. വള്ളത്തെപ്പോ എടുക്കുന്നുണ്ട്, നമുക്ക് പ്രശ്നമില്ല. അപ്പൊ വെള്ളം എടുക്കാൻ പോകണം, നമ്മൾ 1 കുപ്പി വെള്ളത്തിന് 50 രൂപ കൊടുക്കണം. അത് ഈ 2 കുപ്പി വെള്ളം എടുത്താൽ വീട്ടിലേക്ക് അത് നടക്കത്തില്ല. അരി വെക്കാനും പറ്റില്ല, കുടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം ഉപ്പാണിത്. എങ്ങനെയുണ്ട് ഇവിടെ പ്രദേശത്തെല്ലാം വെള്ളം കിട്ടുന്നില്ലെന്നാ പറയുന്നത്? എത്രാം വാർഡുകാരിയാ? 15-ാം വാർഡ്. എന്നാ അവസ്ഥ എന്താ അവിടെ? വള്ളത്തെ കൊണ്ടിരുന്നില്ല വെള്ളം. ഇടയ്ക്ക് 2 മാസം കൂടി ഞങ്ങളുടെ ഒരു വീട്ടിന് ഒരു ദേശീയ കിട്ടിയത്. 2 മാസം കൂടി ഒരു ദേശീയ 400 ലിറ്റർ വെള്ളം. പിന്നില്ല വെള്ളം തുടങ്ങിയിട്ട്. പിന്നെ ഉപ്പുവെള്ളം വന്നപ്പം ഒട്ടുമില്ല. പൈപ്പിലും വെള്ളം വരുന്നില്ല, ഞങ്ങൾക്ക് കുടിക്കാനും ഇല്ല. ഉപ്പുവെള്ളമാണ് ഇപ്പൊ ഇവിടെ. ഞങ്ങളൊക്കെ ഇനി വല്ല പടിഞ്ഞാറക്കര എങ്ങാനും പോയി താമസിക്കാൻ പോയി. എല്ലാരും പോവുകയാണല്ലേ? സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് അലക്കണം, കുളിക്കണം. ഇപ്പം തോട്ടിലേക്ക് നല്ലതാണെങ്കിൽ പിന്നെ ഞങ്ങൾ അതെങ്കിലും കോരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ അലക്കുകയോ ഒക്കെ ചെയ്യും. ഇപ്പം ഒന്നിനും ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യമായി പോയി ഞങ്ങൾക്കിപ്പോൾ. ഇങ്ങനെ ഇത്രയും നാളുകൾക്കകം ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ദാരിദ്ര്യം വന്നിരിക്കുന്ന വെള്ളത്തിന്റെ. വെള്ളം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? തോട്ടിലാണ് വെള്ളമില്ല ഇപ്പം. കണ്ടോ, പൈപ്പ് വെള്ളം പിടിച്ചു വെച്ചിരുന്ന ഇപ്പം വെള്ളമില്ല. വേറെ മാർഗമില്ല, നമുക്ക് വെള്ളമില്ല. അത് ആറ്റിലെ വെള്ളം. അത് ഞങ്ങൾ ഒന്നിനും എടുക്കുന്നില്ല, അത് ഉപ്പായതുകൊണ്ട്. കാരണം ദേഹത്തൊഴിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. കൈനഗിരിയിൽ 1 മുതൽ 15 വാർഡുകളുണ്ട്. ഈ 15 വാർഡുകളിലെ സാഹചര്യം ഇതാണെന്നാണ്. നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ സ്ഥലത്തും വെള്ളമാണ്. പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. കുളിക്കാനോ ഭക്ഷണം ഉണ്ടാക്കാനോ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ ഏറ്റവും അധികം പണം കൊടുത്ത് വെള്ളം വാങ്ങുന്ന ആളുകളാണ് ഈ കുട്ടനാട്ടിലെ പാവപ്പെട്ടവരെന്നാണ് പറയാൻ കഴിയുക. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം കുട്ടനാട് കൈനഗിരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.